ഇതിപ്പം നേരത്തെ നമുക്ക് ഒബ്ജക്റ്റ് വന്നാലാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇപ്പോൾ ഒബ്ജക്റ്റ് വരുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആവും. നേരത്തെ ഔട്ട്പുട്ട് ഹൈ ആയിരുന്നതിന് ഇപ്പോൾ ഔട്ട്പുട്ട് 0 ആയി. അപ്പോൾ ഞാൻ ഒബ്ജക്റ്റ് ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാർക്ക് ഓൺ മോഡ്, ലൈറ്റ് ഓൺ മോഡ്. ഇത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആവശ്യത്തിന് നമുക്കതിനെ ചേഞ്ച് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. ഓക്കെ, നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫോട്ടോ ഇലക്ട്രിക് സെൻസറിനെ കുറിച്ചാണ്. അതിന്റെ വയറിങ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ വയറിംഗ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിവൈസ് ആണ്. അത് യൂസ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ അതിന്റെ പ്രസൻസോ അല്ലെങ്കിൽ ആബ്സെൻസോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഈ ഫോട്ടോ ഇലക്ട്രിക് സെൻസർ എന്ന് പറയുന്നത്. ഒരു ഫോട്ടോ ഇലക്ട്രിക് സെൻസർ എന്ന് പറയുന്നത് അത് ബേസിക്കലി രണ്ട് പാർട്ടാണ്. ഒന്ന് ട്രാൻസ്മിഷൻ, അതേപോലെ റിസീവിങ്. അതായത് ഒരു ലൈറ്റ് ട്രാൻസ്മിറ്റർ ലൈറ്റിന് ട്രാൻസ്മിറ്റ് ചെയ്യും, അത് റിസീവർ റിസീവ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും. അങ്ങനെയാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് സെൻസർ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് ഡിഫ്യൂസ്ഡ് ടൈപ്പ്. ഇതൊരു ഡിഫ്യൂസ്ഡ് ടൈപ്പ് സെൻസറാണ്, ഫോട്ടോ ഇലക്ട്രിക് സെൻസറാണ്. ബേസിക്കലി ഇത് മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തത്. ഒന്ന് ത്രൂ ബീം, രണ്ടാമത്തത് റിട്രോ റിഫ്ലക്റ്റീവ്, മൂന്നാമത്തത് ഡിഫ്യൂസ്ഡ് ടൈപ്പ്. അപ്പോൾ നമുക്ക് ഇതിന്റെ വയറിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് നോക്കാം എന്താണ് ത്രൂ ബീം എന്താണ്, അതേപോലെ റിട്രോ റിഫ്ലക്റ്റീവ് എന്താണെന്ന് നോക്കാം. ത്രൂ ബീം സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ട്രാൻസ്മിറ്റർ റിസീവർ ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസ്മിറ്ററും റിസീവറും രണ്ട് പാർട്ടായിട്ടാണ് ഈ ബീം സെൻസറിൽ ഉണ്ടാകുന്നത്. നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഇതിലൊരു ട്രാൻസ്മിറ്റർ ഉണ്ട്. ട്രാൻസ്മിറ്റർ നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ലൈറ്റ് ബീം പ്രൊഡ്യൂസ് ചെയ്യും. അത് ലൈറ്റ് ബീം ചിലപ്പോൾ ഇൻഫ്രാറെഡ് ആവാം, അല്ലെങ്കിൽ ലേസർ ടൈപ്പ് ആവാം. അത് നേരെ നമ്മൾ ഈ റിസീവറിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഇനി ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് ഈ ഒരു ട്രാൻസ്മിറ്റിംഗ് ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് റിസീവറിലേക്ക് ലൈറ്റ് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ഔട്ട്പുട്ട് തരും. അതായത് നോർമൽ കേസിൽ ലൈറ്റ് ഓൺ മോഡ്, ഡാർക്ക് ഓൺ മോഡ്, രണ്ട് മോഡാണ് ഇതിനുള്ളത് മെയിൻലി. അത് ഞാൻ ഈ ഡിഫ്യൂസ്ഡ് സെൻസറിന്റെ വയറിംഗ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ലൈറ്റ് ഓൺ മോഡാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ലൈറ്റ് ഓൺ മോഡിൽ ഒരു ഒബ്ജക്റ്റ് അതിന്റെ പാത്തിനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ, ലൈറ്റിന്റെ പാത്തിനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ, റിസീവറിൽ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ലോ ആവും. ഓക്കെ, റിസീവറിൽ ഔട്ട്പുട്ട് ലോ ആവും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിസീവറിൽ ഈ ലൈറ്റ് റിസീവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, റിസീവറിൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇതാണ് ത്രൂ ബീം സെൻസർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പറഞ്ഞാൽ റിട്രോ റിഫ്ലക്റ്റീവ് ആണ്. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറിൽ തന്നെയാണ് റിസീവറും ട്രാൻസ്മിറ്ററും ഉണ്ടാവുക. ഇതിന് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി റിഫ്ലക്ടർ ബോഡി നമ്മൾ അതർ എൻഡിൽ വെക്കും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ആ റിഫ്ലക്ടർ തട്ടി തിരിച്ചു വന്നിട്ട് റിസീവറിൽ കിട്ടും ലൈറ്റ്. അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് ഹൈ ആയി തന്നെ കിട്ടും. ഇതൊക്കെ ഞാൻ ലൈറ്റ് ഓൺ മോഡിലാണ് പറയുന്നത്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ ഈ ബിറ്റ്വീൻ ഈ റിഫ്ലക്ടറും ഇതിൻ്റെ ഈ ഒരു ട്രാൻസ്മിറ്ററിൻ്റെ ഇടയിൽ ഒരു ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ ആ ഒരു റിസീവറിലേക്ക് ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുമല്ലോ. അപ്പം നമുക്കൊരു ലോ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് ഉള്ളത്. മൂന്നാമത്തെ ടൈപ്പാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, ഡിഫ്യൂസ്ഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഡിഫ്യൂസ്ഡ് ടൈപ്പിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഇതിന്റെ ട്രാൻസ്മിറ്ററും റിസീവറും ഒന്ന് തന്നെയാണ്, റിട്രോ റിഫ്ലക്റ്റീവ് പോലെ തന്നെ. പക്ഷേ ഇതിന്റെ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റിനാണ് ഇത് റിഫ്ലക്ട് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഓരോന്നിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞില്ല. ത്രൂ ബീമിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് മോസ്റ്റ് ആക്യുറേറ്റ് ആണ്, പിന്നെ ലോങ്ങസ്റ്റ് സെൻസിങ് റേഞ്ച് ഉള്ളതാണ്, അതേപോലെ മോസ്റ്റ് റിലയബിൾ ആണ്. പിന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. 2 പാർട്ട് ഇൻസ്റ്റാളേഷൻ ആണ്. ഒന്ന് റിസീവർ സെപ്പറേറ്റും ഇത് സെപ്പറേറ്റും വേണം, കുറച്ചുകൂടി എക്സ്പെൻസീവും ആണ്. ഇനി റിട്രോന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത് സ്മോൾ ഒബ്ജക്റ്റിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ നല്ലതാണ്, അതേപോലെ പിന്നെ റിലയബിൾ ആണ്, പിന്നെ അതേപോലെ പിന്നെ ഈ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന് ഇത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഡിഫ്യൂസ്ഡ് ആണെങ്കിൽ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ വളരെ എളുപ്പമാണ്, പിന്നെ അതേപോലെ ഇത് ചീപ്പാണ്, എക്സ്പെൻസ് അല്ല. ഓക്കെ, പിന്നെ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഇതിന് ഒരുപാട് പിന്നെ സെൻസിങ് റേഞ്ച് കുറവാണ്.
പിന്നെ ഇതിൻ്റെ കളറ് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന കളറിന് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ റേഞ്ച് വേരി ചെയ്യും. ഓരോരോ കളറിന് അത് ഞാൻ പറഞ്ഞുതരാം, ഇത് വയറിങ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അതാണ് ഡിഫ്യൂസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഈ ഡിഫ്യൂസ്ഡ് സെൻസറിൻ്റെ കാര്യങ്ങൾ നോക്കാം. അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും അതിൻ്റെ വയറിംഗ് ഒക്കെ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ബ്രാൻഡ് ഉണ്ട്, ഓട്ടോറോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബ്രാൻഡ് ഉണ്ട്. അപ്പം ഇതിൻ്റെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും ഇതിൻ്റെ വയറിംഗ് ഒക്കെ റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ ലൈറ്റ് ഓൺ മോഡ്, ഡാർക്ക് ഓൺ മോഡൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ചാനൽ നിങ്ങൾ പുതിയതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മളെ പുതിയ വീഡിയോസുകളൊക്കെ ഇടാനുള്ളൊരു മോട്ടിവേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ വയറിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്കിത് നോക്കാം. ഇതിൽ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും, 2 പാർട്ടായിട്ട് ഇവിടെ കാണുന്നുണ്ടാവും. 2 പാർട്ടായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഒന്ന് ട്രാൻസ്മിഷൻ എൻഡാണ്, ഒന്ന് റിസീവിങ് എൻഡാണ്. ഓക്കെ, ഡിഫ്യൂസ്ഡ് ടൈപ്പാണ്. ഓക്കെ, ഇനി ഇതിൽ പിന്നെ ഇതാ 4 കേബിളാണുള്ളത്. ഒന്ന് ബ്ലൂ, ബ്രൗണ്, ബ്ലാക്ക്, വൈറ്റ്. ബ്ലൂവും ബ്രൗണും ആണ് ഇതിൻ്റെ പവർ സപ്ലൈ. അതിലിവിടെ കൊടുത്തിട്ടുണ്ട്, ലാബിൽ നിങ്ങൾ നോക്കിയാൽ കാണുന്നുണ്ടാവും. ബ്രൗൺ 12 to 24 വോൾട്ട് DC വരെ നമുക്ക് സപ്ലൈ ചെയ്യാം ബ്രൗണിൽ. ഓക്കെ, ബ്ലാക്കിൽ 0 വോൾട്ടാണ്. പിന്നെ ബ്ലൂവിൽ 0 വോൾട്ടാണ്. ബ്ലാക്ക് എന്ന് പറയുന്നത് PNP ഔട്ട്പുട്ടാണ്. ഈ PNP ഔട്ട്പുട്ടും NPN ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അറിയാത്തവർക്ക് അത് കാണാം. ഓക്കെ, പിന്നെ ഉള്ളത് വൈറ്റിലാണ്. അതായത് വൈറ്റിൽ പോസിറ്റീവ് വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ L/on എന്ന് കാണുന്നുണ്ട്. അതേപോലെ വൈറ്റിൽ -0 കൊടുക്കുകയാണെങ്കിൽ D/on. അതാണ് ലൈറ്റ് ഓൺ മോഡും ഡാർക്ക് ഓൺ മോഡും ആണ്. ഞാൻ വയർ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അത് കൂടാതെ ഇതിന് ഒരു അഡ്ജസ്റ്റബിൾ റേഞ്ച് ഉണ്ട്. ഇത് 40 സെന്റിമീറ്റർ 400 മില്ലിമീറ്റർ ആണ് ഇതിന്റെ മാക്സിമം റേഞ്ച് പറയുന്നത്. അത് നമുക്ക് ഇങ്ങനെ സ്ക്രൂവിൽ ഇതിങ്ങനെ മിനിമം മാക്സിമം ആക്കി വെക്കാം. നമുക്ക് ഇതിങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ വയറിംഗ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ഒരു റിലേ എടുത്തിട്ടുണ്ട്. ഓക്കെ, 24 വോൾട്ട് DC റിലേ എടുത്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ കയ്യിൽ ഒരു പവർ സപ്ലൈ ഉണ്ട്. ഇതിന്റെ ഇത് ഒരു SMPS ആണ്, ഒരു 24 വോൾട്ട് DC പവർ സപ്ലൈ ആണ്. ഓക്കെ, ഇതിൽ 24 വോൾട്ട് DC ആണ് ഔട്ട്പുട്ട് വരുന്നത്. ഇത് ഞാൻ ന്യൂട്രലും ഫേസും കൊടുത്തിട്ടാൽ 220 ഫേസ് കൊടുത്താൽ നമുക്ക് 24 വോൾട്ട് DC ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ വയറിംഗ് ചെയ്യാണ്. ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 24 വോൾട്ട് DC എടുക്കാം. ഇതിൽ നമ്മൾ ബ്രൗണാണ് നമ്മൾ 24 വോൾട്ടിൽ കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മൾ ബ്രൗൺ 24 വോൾട്ട് DCയിൽ കൊടുക്കുകയാണ്. 24 വോൾട്ട് DC ആണ് ബ്രൗൺ. ഞാൻ 24 വോൾട്ട് DCന്റെ പോസിറ്റീവിൽ കൊടുക്കുകയാണ്. ബ്ലൂ അതേപോലെ നെഗറ്റീവിൽ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് നെഗറ്റീവാണ്. ബ്ലൂ ഞാൻ 24 വോൾട്ടിന്റെ നെഗറ്റീവിൽ കൊടുത്ത് ഇനി നമുക്ക് വൈറ്റ് ഞാനിപ്പോൾ അങ്ങനെ വെച്ചാണ്. വൈറ്റ് ഇപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം അതിൻ്റെ കണക്ഷൻ. ഇപ്പം ഇതാണ് ബ്ലാക്കിൽ നമുക്ക് ഔട്ട്പുട്ട് വരണം. ഓക്കെ, നമുക്ക് PNP ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ബ്ലാക്കിൽ. അപ്പം ഞാനിവിടെ ഈ റിലേൻ്റെ A1 A2 ഉണ്ട്. A1ലേക്ക് ഞാൻ ഈ PNP ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത്. A2ൽ അപ്പോൾ ഞാൻ എന്ത് കൊടുക്കണം, ന്യൂട്രൽ നമ്മൾ A2ൽ സപ്ലൈ ചെയ്യണം. ഓക്കെ, PNP NPN ഔട്ട്പുട്ടിൽ എങ്ങനെയാണ് നമ്മൾ വയർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം, അറിയാത്തവർക്ക് അത് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ A1ലേക്ക്, ഇത് A1 ആണ്, A1ലേക്ക് ഞാൻ പിന്നെ ബ്ലാക്കിൻ്റെ ഈ ഔട്ട്പുട്ടിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് നേരെ റിലേൻ്റെ A1 കൊടുത്തിട്ടുണ്ട്. ഇത് PNP ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നെഗറ്റീവ് കൊടുക്കേണ്ടത് A2ൽ. അപ്പോൾ ഞാൻ ഇതേ പിന്നെ പവർ സപ്ലൈയിൽ തന്നെ ഒരു നെഗറ്റീവ് എടുത്തിട്ട് ഞാനിതിൻ്റെ A2ൽ കൊടുക്കുകയാണ്. ഓക്കെ,
കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ലോഡ് കൊടുക്കുകയാണ്, റിലേക്ക് ഒരു ലോഡ് കൊടുക്കുകയാണ്. റിലേ ത്രൂ ഞാനൊരു ഇൻഡിക്കേറ്ററിനെ ഓപ്പറേറ്റ് ചെയ്യാണ്. ഓക്കെ, 220 വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററിനെ ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റിലേയിലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഒരു 220 ഫേസ് വന്നിട്ടുണ്ട് ഈ കളറിലുള്ള. അത് ഞാൻ ലോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് റിലേ ഓൺ ആകുമ്പോൾ, എനർജൈസ് ആകുമ്പോൾ നമുക്ക് ലോഡ് ഓൺ ആവുന്ന രീതിയിൽ. റിലേ ഓൺ ആവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രോക്സിമിറ്റിയിൽ ഒരു ഇതിൻ്റെ 40 സെൻറ്റിമീറ്റർ ആണ് ഞാൻ പറഞ്ഞു മാക്സിമം റേഞ്ച്. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ റിലേ ഓൺ ആവും, അതുവഴി നമ്മുടെ ലോഡ് ഓൺ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് പവർ ഓൺ ആക്കി നോക്കാം. പവർ ഓൺ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, പവർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആക്ച്വലി ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യേണ്ടതാണ്, കാരണം ഇതിൻ്റെ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട് ഇവിടെ. ഞാനിത് മിനിമത്തിലാണ് വെച്ചത്, അതുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്. ഇപ്പോൾ ഇവിടെ ഒരു അഡ്ജസ്റ്റർ ഉണ്ട്, ഞാനൊരു റേഞ്ചിൽ വെക്കുകയാണ്. ഇതിങ്ങനെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റേഞ്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 40 സെൻറ്റിമീറ്റർ വരെ ഇതിൻ്റെ മാക്സിമം റേഞ്ചിൽ കിട്ടും നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഞാൻ കൊടുത്തത് ഈ ബ്ലാക്ക് ഔട്ട്പുട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ പിന്നെ ഈ വൈറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ വൈറ്റ് കൺട്രോൾ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് കൊടുക്കാതെ, ഇതിൻ്റെ കൺട്രോളിങ് വയർ കൊടുക്കാതെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമെന്ന് നോക്കാം. അപ്പം ഇത് നമുക്ക് ഒരു വൈറ്റ് ഞാൻ എൻ്റെ കയ്യിൽ വൈറ്റ് പേപ്പർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും റേഞ്ചിൽ ഇപ്പോൾ ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വൈറ്റ് ബോഡിയാണ്. അപ്പോൾ നമ്മൾ റേഞ്ച് എപ്പോഴും പറയുമ്പം വൈറ്റ് ബോഡി ആയിട്ടാണ് റേഞ്ച് നമ്മൾ എപ്പോഴും പറയുക. 40 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ബോഡിയിലാണ് അവർ ആ റേഞ്ച് പറയുന്നത്, മാക്സിമം റേഞ്ച്. അത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് ഉണ്ട്, ഒരു ബ്ലാക്ക് ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ബ്ലാക്ക് ഒബ്ജക്റ്റ് ഞാൻ നേരത്തെ വൈറ്റ് വെച്ച അതേ പ്ലേസ് തന്നെയാണ് വെച്ചത്, ഓൾമോസ്റ്റ് അതേ പ്ലേസ് തന്നെ വെച്ചത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനത് കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവരാണ്. ഏകദേശം ഇത്രയും മാറ്റമുണ്ട് ഈ വൈറ്റും ബ്ലാക്കും തമ്മിലുള്ള റേഞ്ചിന്, കാണുന്നില്ലേ? അപ്പം നമുക്ക് വൈറ്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം, വൈറ്റ് നേരത്തെ വെച്ച് നോക്കാം. നമുക്ക് ഈ റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഇതിൻ്റെ റേഞ്ച് പറയുമ്പോൾ നമ്മൾ ബ്ലാക്കിൽ നമ്മൾ പറയില്ല, കാരണം ബ്ലാക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി അത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു കളറാണ്. അപ്പം ഇത് ശരിക്കും ഒരു ബീം പോകുന്നുണ്ട്, IR ബീം ആയതുകൊണ്ട് നമുക്ക് കാണാത്തത്. അപ്പോൾ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട് ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ വയറിങ് എന്ന് പറയുന്നത് ലൈറ്റ് ഓൺ മോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ലൈറ്റ് ഓൺ മോഡിൽ പോസിറ്റീവാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഇതിൽ നമുക്ക് വൈറ്റിന് പോസിറ്റീവിൽ കൊടുത്താണ് ലൈറ്റ് ഓൺ മോഡ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പോസിറ്റീവ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലൊക്കെ ലൈറ്റ് ഓൺ മോഡ് തന്നെയാണ് വർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഡാർക്ക് ഓൺ മോഡിൽ നോക്കാം. ഡാർക്ക് ഓൺ മോഡ്, രണ്ടാമത്തെ മോഡിൽ. അപ്പോൾ ഞാൻ ഇതിനെ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്ത് ഡാർക്ക് ഓൺ മോഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഡാർക്ക് ഓൺ മോഡിൽ 0 വോൾട്ട്. അപ്പോൾ നമുക്ക് ഈ കൺട്രോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ നമുക്ക് ഈ നെഗറ്റീവിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണം. നെഗറ്റീവിലേക്ക് ഇതിന് 24 വോൾട്ട് നെഗറ്റീവിൽ കണക്ട് ചെയ്യണം. പോസിറ്റീവ് കണക്ട് ചെയ്താൽ ലൈറ്റ് ഓൺ മോഡാണ്. അപ്പം നെഗറ്റീവിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പവർ ഓൺ ചെയ്യാണ്. ഓക്കെ, പവർ ഓൺ ചെയ്ത്, അതായത് ഇതിൻ്റെ പ്രോക്സിമിറ്റിയിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ പ്രോക്സിമിറ്റിയിൽ ഈ ഒരു വൈറ്റ് ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡാർക്ക് ഓൺ മോഡ് എന്ന് പറയുന്നത്. അതായത് നോർമലി ക്ലോസ്, നോർമലി ഓപ്പൺ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സംഭവം തന്നെയാണ് ഡാർക്ക് ഓൺ മോഡും ലൈറ്റ് ഓൺ മോഡും. ഓക്കെ, ഇതിപ്പം നേരത്തെ നമുക്ക് ഒബ്ജക്റ്റ് വന്നാലാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇപ്പോൾ ഒബ്ജക്റ്റ് വരുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആവും. നേരത്തെ ഔട്ട്പുട്ട് ഹൈ ആയിരുന്നതിന് ഇപ്പോൾ ഔട്ട്പുട്ട് 0 ആയി. അപ്പോൾ ഞാൻ ഒബ്ജക്റ്റ് നിന്ന് എടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാർക്ക് ഓൺ മോഡ്, ലൈറ്റ് ഓൺ മോഡ്. ഇത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആവശ്യത്തിന് നമുക്കതിനെ ചേഞ്ച് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വയറിംഗ് എന്ന് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഓൺ മോഡിൽ നമുക്കത് പോസിറ്റീവ് കൊടുത്താലും, വൈറ്റിന് പോസിറ്റീവ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെൻസർ എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആയാലും ബോട്ട്ലിംഗ് പ്ലാന്റുകളിലായാലും ഇതിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിന്റെ പ്രൊഡക്ഷൻ ലൈനിലെ ഒബ്ജക്റ്റിന്റെ പ്രസൻസ് ആബ്സെൻസ് ഒക്കെ അറിയാൻ ഞാൻ ഓൾറെഡി പറഞ്ഞ് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സൈസ് അനുസരിച്ച് നമ്മൾ ഐറ്റം അറേഞ്ച് ചെയ്യാൻ, ഐറ്റമിന് അതായത് ഒരു പ്രൊഡക്ഷൻ ലൈനിൽ ഓരോരോ സൈസ് അനുസരിച്ച് ഇപ്പോൾ ഒരു പല ടൈപ്പ് ബോക്സുകൾ ഉണ്ടെങ്കിൽ അതിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടൈപ്പ് ഓഫ് സെൻസർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. കൗണ്ടിങ് ഉപയോഗിക്കുന്ന അതും പ്രൊഡക്ഷൻ ലൈനിൽ
ഒരു പാക്കിംഗ് ബാഗിലേക്ക് കുറച്ച് ഒബ്ജക്റ്റുകൾ, അതായത് ഒരു ബോക്സ് തന്നെ എടുക്കാം നമുക്ക് എക്സാമ്പിൾ ആയിട്ട്. ഒരു 10 ബോക്സ് ആ പാക്കിംഗ് ബാഗിലേക്ക് വീണ് കഴിഞ്ഞാൽ ആ പാക്കിംഗ് ബാഗ് നേരെ വേറെ പ്രൊഡക്ഷൻ ലൈനിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കൗണ്ട് ചെയ്തിട്ട് 10 എണ്ണം വന്ന് ആ ബാഗിൽ വീഴുന്നത് നമുക്ക് ഈ ഫോട്ടോ ഇലക്ട്രിക് സെൻസർ വഴി നമുക്ക് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ അടുത്ത ആക്ച്വേറ്ററിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് പ്രൊഡക്ഷൻ ലൈൻ നമുക്ക് അടുത്തതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതിന് കളർ ഡിറ്റക്ഷൻ ഉണ്ട്, അതേപോലെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഡെയിലി നമ്മൾ കാണുന്നതാണ് ഈ ഓട്ടോമാറ്റിക് ഡോർ സെൻസർ. അതൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓപ്പൺ, നമ്മുടെ മാളുകളിലൊക്കെ നമ്മൾ കാണുന്ന സംഭവം അത് നമുക്ക് ഇത് വെച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് സെൻസറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.